കഥാനായകനായ ഡൊമിനിക്കിന് വളരെ വില കൂടിയ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ഡൊമിനിക്ക് ഈ വാച്ച് അഴിച്ച് വാഷ് ബേസിന്റെ സൈഡിലായിട്ട് വെച്ചു. അവിടെ കിടന്ന വെള്ളം നനയുമല്ലോ എന്ന് കരുതി ഡൊമിനിക്കിന്റെ ഭാര്യ അതെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ബ്രെഡ് പാക്കറ്റിൽ നിന്ന് 2 ബ്രെഡ് സ്ലൈസ് എടുക്കാൻ വന്നതാണ് ഡൊമിനിക്കിന്റെ മകൻ. അവൻ ആ ബ്രെഡ് എടുക്കുന്നതിനിടയിൽ അറിയാതെ കൈ തട്ടി വാച്ച് താഴെ വീണ് പൊട്ടിപ്പോയി. ഇത് കണ്ടപ്പോൾ ഡൊമിനിക്കിന് വല്ലാത്ത ദേഷ്യം വന്നു. മകനോടും ഭാര്യയോടും വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ നന്മ മാത്രം ഉദ്ദേശിച്ച് ചെയ്തതിന് എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് ഭാര്യ തിരിച്ചും ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരു വല്ലാത്ത ആർഗ്യുമെന്റ് ആ കുടുംബത്തിൽ നടന്നു. ഈ ആർഗ്യുമെന്റിനൊക്കെ ശേഷം അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഡൊമിനിക് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. ഡ്രൈവ് ചെയ്ത് പാതി ദൂരം എത്തിയപ്പോഴാണ് ഡൊമിനിക് തിരിച്ചറിയുന്നത് ഇന്നത്തെ ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് ക്ലയന്റിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഡോക്യുമെന്റ്സ് അടങ്ങിയ ബ്രീഫ് കേസ് താൻ എടുക്കാൻ മറന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഡൊമിനിക് യു ടേൺ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ കാണുന്നത് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത വീടാണ്. അയാളോട് ദേഷ്യപ്പെട്ട ഭാര്യ പറയാതെ പിണങ്ങി ഇറങ്ങിപ്പോയിരിക്കുന്നു. ഡൊമിനിക് ഫോണിൽ ഭാര്യയെ വിളിക്കുന്നു. എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് എനിക്ക് ഡോറ് തുറന്നു തരണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ തിരക്കിട്ട് വരുന്നതിനിടയിൽ ഭാര്യ സ്റ്റെപ്പിൽ തെന്നി വീണ് കാൽ ഒളുക്കി പോകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ ബ്രീഫ് കേസും സംഘടിപ്പിച്ച് ഡൊമിനിക് ഓഫീസിൽ തിരിച്ചെത്തുമ്പോഴേക്ക് അതുവരെ കാത്തിരുന്ന ക്ലയന്റ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇത് കണ്ടപ്പോൾ ബോസിന് ദേഷ്യം വന്നു. ഡൊമിനിക്കിന് ആ വർഷം കിട്ടേണ്ടിയിരുന്ന ബോണസും ഇൻക്രിമെന്റും എല്ലാം അദ്ദേഹം ക്യാൻസൽ ചെയ്തു. അതേസമയം ഭാര്യയുടെ കാലിന്റെ പരിക്ക് രൂക്ഷമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓഫീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വന്നു. അതുമാത്രമല്ല രാവിലെ നടന്ന ആർഗ്യുമെന്റും കണ്ട് അപ്സെറ്റായി പരീക്ഷ എഴുതാൻ പോയ മകന് തീരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നു. അത് കാരണം ടീച്ചർ ഡൊമിനിക്കിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. ചുരുക്കി പറഞ്ഞ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഡൊമിനിക്കിന്റെ തലയിൽ കിടന്ന് പുകഞ്ഞു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാര്യയെ ടേക്ക് കെയർ ചെയ്യണം, മകന്റെ സ്കൂളിൽ പോയി ടീച്ചറെ കൺവിൻസ് ചെയ്യണം, ബോസിനോട് മാപ്പ് പറഞ്ഞ് ക്യാൻസലായി പോയ ഇൻക്രിമെന്റും ബോണസും തിരിച്ചു പിടിക്കണം. യഥാർത്ഥത്തിൽ രാവിലെ മകന്റെ കൈതട്ടി വീണ് പൊട്ടിപ്പോയ വാച്ചിന് ഈ പ്രശ്നങ്ങളിൽ 10% മാത്രമേ റോളുള്ളൂ. ബാക്കി 90%ത്തിനും കാരണമായത് ഡൊമിനിക് തന്നെ തുടങ്ങിവെച്ച ഇമോഷണൽ എസ്കലേഷൻ ആണ്. ആക്ച്വലി ഇമോഷണൽ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ നശീകരണ ശക്തി ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ ഓരോരുത്തരും ഡെയിലി ലൈഫിൽ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ആ കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നത്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.